വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ ജസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക എന്നതിന് വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അനാലിസിസ് എല്ലാം ഡെയിലി ചാർട്ടിലാണ് ചെയ്യുക. ആദ്യം നമുക്ക് മന്ത്ലി ചാർട്ടിൽ എന്താണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് നോക്കാം. മന്ത്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അതിന്റെ മുന്നത്തെ മാസം ക്രിയേറ്റ് ചെയ്ത ഇൻഡിസിഷൻ ക്യാൻഡലിന്റെ ബോഡിയുടെ തൊട്ട് താഴെയാണ് ഓപ്പൺ ചെയ്ത്. അവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡലാണ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. ഒരു ചെറിയ വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. അത് തുടക്കത്തിൽ കാണിച്ച വീക്ക്നെസ് ആണ്. പിന്നെ താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് വന്നിട്ട് വീണ്ടും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാണ്. ഇന്നത്തെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ചെറിയ റിജക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് വീക്കിലി ചാർട്ടിൽ പോകുന്ന സമയത്ത് നോക്കാം. എന്തായാലും വീക്കിലി ചാർട്ടിലൊന്ന് പോവാം. വീക്കിലി ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീക്ക് ഒരു ഹൈന് വീണ്ടും ബ്രേക്ക് ചെയ്തേക്കാം. എന്തായാലും നമുക്ക് വീക്കിലിയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാർക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ നമ്മൾ കുറെ കാലമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ, അതിനെ സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ, അതിന്റെ വിക്ക് ചേർത്തിട്ടാണ്, അതിനെ റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ ഇപ്പോൾ പ്രധാനമായിട്ട് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് വൺ ഡേ ചാർട്ടിലേക്ക് പോവാം. വൺ ഡേ ചാർട്ടിൽ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാം. അതിനു മുന്നേ ഇതൊന്ന് റീനെയിം ചെയ്തിടാം. വൺ ഡേ ചാർട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത റേഞ്ച്, വീക്കിന്റെ റേഞ്ച് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ റേഞ്ചിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലാണ്. മാർക്കറ്റ് കൺസോൾട്ടേഷനിൽ നിന്നിട്ട് ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യും, ബ്രേക്ക് ചെയ്യും, വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരും. ഇപ്പൊ കഴിഞ്ഞയുടെ മുന്നത്തെ വീക്ക് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. താഴോട്ടേക്ക് വന്നിട്ട് ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുത്തിട്ടാണ് വീണ്ടും മുകളിലോട്ട് പോകുന്നത്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഏറെക്കുറെ ഈ ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടാനാണ് സാധ്യതയുണ്ട്. റിജക്ഷൻ ആണ്, റിവേഴ്സൽ അല്ല പറയുന്നത്. റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെയിലിയിൽ മാർക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെയിലിയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ, ഈ ഒരു ക്യാൻഡലിലും അതിന്റെ വിക്കും കൂടി ചേർത്തിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അവിടെ തന്നെ വീക്കിലി റെസിസ്റ്റൻസും ഉണ്ട്. പക്ഷെ ഈ റെസിസ്റ്റൻസ് എത്രത്തോളം ആക്ട് ചെയ്യും എന്നുള്ളത് സംശയമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത 1-2 ദിവസത്തിന്റെ ഉള്ളിൽ അത് ബ്രേക്ക് ആവും തന്നെ വിചാരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു റിജക്ഷൻ ആണ്. അതൊരു പക്ഷെ ഇപ്പൊ തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ക്യാൻഡലിന്റെ ഒരു വിക്കിൽ നിന്ന് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ നമുക്ക് ഡയലും മാർക്ക് ചെയ്യേണ്ട കുറച്ച് ഏരിയകളുണ്ട്. ഒന്ന് മാർക്ക് ചെയ്യുന്ന ഇതാണ് സപ്പോർട്ട്, ഡേ സപ്പോർട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോയത്. അപ്പൊ ഇതിനെ ഡേ സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ ഇന്നത്തെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് എന്നുള്ളതാണ്. ഇംബാലൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ആ ഇംബാലൻസിനെ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ക്യാൻഡിൽ ഇംബാലൻസ് ആയിട്ട് വന്നേക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ മുകളിൽ പോയിട്ട് താഴെ വരിക, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വരികയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ക്ലോസ് ചെയ്തതിന് ശേഷം മനസ്സിലാവുള്ളൂ. എന്തായാലും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ഇംബാലൻസ് ആയിട്ടല്ല മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ സാറ്റർഡേ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ളതായി തീർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണ്, ഇന്ന് വരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇന്നും അത്യാവശ്യം ന്യൂസുകൾ വരുന്ന ദിവസമാണ്. FOMC പ്രസ് കോൺഫറൻസ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. USDയിലുള്ളത് രാത്രി 12 മണിക്കായിരുന്നു. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ചെഫ് ബാങ്കുകൾ ഹോളിഡേ ആണ്. പിന്നെ വരുന്ന GBP ആണ്. GBPയിൽ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന 4:30 PM അത്യാവശ്യം മോശമില്ലാത്ത ന്യൂസാണ് അവിടെ വരുന്നത്. മോണിറ്ററി പോളിസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം മോശമില്ലാത്ത ന്യൂസാണ്. പിന്നെ 5 മണിക്ക് ബൈലി സ്പീക്ക് വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് USDയിൽ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിന്റെ യൂസ്വൽ ഇഫക്റ്റ് നോക്കാം. ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ. തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട ക്ലെയിംസിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. നോക്കിയാൽ കാണാം പ്രീവിയസ് 235K ആയിരുന്നു. പക്ഷെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 236K ആണ്. അപ്പൊ പ്രീവിയസിനേക്കാളും കൂടുമെന്നുള്ള ഒരു പ്രവചനമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ USD വീക്ക് ആവും, ഗോൾഡ് വീണ്ടും മുകളിലോട്ട് തന്നെ പോകും. അല്ല, പ്രീവിയസിനേക്കാളും കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർകാസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ USD സ്ട്രോങ് ആവും, ഗോൾഡ് താഴോട്ടേക്ക് വരും.
ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്ന ISM മാനുഫാക്ചറിംഗ് PMI ആണ്. അതും വരുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 48.5 ആണ്. ഇത്തവണ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 48.8 ആണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട്. അതങ്ങനെ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളും പ്രീവിയസിനേക്കാളും കൂടുതലാവാൻ കഴിഞ്ഞിട്ടുണ്ട്, USD സ്ട്രോങ് ആവും, ഗോൾഡ് വീക്ക് ആവും. നേരെ തിരിച്ചാണെങ്കിൽ വീക്ക് ആവുകയാണെങ്കിൽ ഗോൾഡ് സ്ട്രോങ് ആവും ചെയ്യും. എന്തായാലും ഇത് മോശമില്ലാത്ത ന്യൂസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസും അതുപോലെ ISM മാനുഫാക്ചറിംഗ് PMI വരുന്ന മോശമില്ലാത്ത ന്യൂസ് ആണ്. നല്ല ഫ്ലക്ച്വേഷൻ നടക്കാനുള്ള ഒരു സമയമാണ് 6 മണിക്ക്. പ്രത്യേകിച്ച് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമായതുകൊണ്ട് 7:30 ന്യൂസും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ന്യൂസാണ്. പക്ഷെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ഓൾറെഡി ഗോൾഡ് നല്ലൊരു പൊസിഷനിലാണ്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ചെറിയൊരു റിയാക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിൽ പോയിട്ട് എന്താണെന്നുള്ള സാധ്യതകളൊന്ന് നോക്കാം. ക്ലിയർ ആയി പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടുന്നുണ്ട്. ആ റിയാക്ഷൻ കിട്ടാനുള്ള കാരണം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ നിന്നാണ് റിയാക്ഷൻ കിട്ടുന്നത്. അപ്പൊ അതിനെ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മുകളിൽ റെസിസ്റ്റൻസും ഉണ്ട്. ആ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഡേയുടെ റെസിസ്റ്റൻസ് ഉണ്ട്, 4 അവറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, വീക്ക്ലി റെസിസ്റ്റൻസ് ഉണ്ട്, പ്ലസ് ഇംബാലൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഒരു അടുത്ത ഇംബാലൻസ് ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ നമ്മൾ ഇംബാലൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് കിട്ടി കയറിപ്പോയ ഒരു ഏരിയ ആണ്. അപ്പൊ അതിലേക്ക് ഒരു റീടെസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയെന്ന് വരില്ല. ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് തന്നെ റിയാക്ഷൻ തന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയേക്കാം. പക്ഷെ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺസോളേഷൻ നടന്നേക്കാം. ഒരു 4 അവറിന്റെ 2-3 ക്യാൻഡിൽസ് ഒന്ന് കൺസോളേഷൻ നടന്നേക്കാം. എന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ ന്യൂസ് ടൈമിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഇവിടെ നിന്നൊരു ഡീപ്പ് പുൾ ബാക്ക് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഡീപ്പ് പുൾ ബാക്ക് ഈ ഏരിയനെയും ബ്രേക്ക് ചെയ്ത് ഇതിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വന്ന് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി 2500 തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു 4 അവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 4 അവറിൽ ചെയ്യാനുള്ളത്. അതിന്റെ ഇടയിൽ ഇംബാലൻസുകൾ ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, സപ്പോർട്ട് പ്ലസ് ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ രണ്ടും കൂടി ഒരുമിച്ചായതുകൊണ്ടാണ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ചെറിയ ഇംബാലൻസുകൾ ഉണ്ട്. അതൊക്കെ മാർക്കറ്റ് അവിടെയൊക്കെ വന്ന് റിയാക്ഷൻ കിട്ടും. അല്ലെങ്കിൽ ചെറിയ ക്യാൻഡിൽസ് ഫോർമേഷൻ, ഓപ്പോസിറ്റ് ക്യാൻഡിൽസ് ഫോർമേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് കൂടുതൽ സാധ്യതകളെ നോക്കാം. 1 അവറിൽ നോക്കുകയാണെങ്കിൽ 4 അവറിന്റെ ഇംബാലൻസിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ബുള്ളിഷ് തന്നെയായിട്ടാണ്. വല്ലാണ്ട് താഴോട്ട് വരില്ല എന്നുള്ളതാണ് എന്റെ എക്സ്പെക്ടേഷൻ. അപ്പൊ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു വർഷം മുകളിലോട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു ചെറിയ ക്യാൻഡിൽ 1 അവറിന്റെ ഒരു റിയാക്ഷൻ തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് ഈ ഒരു ഏരിയ ഇംബാലൻസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ വലിയൊരു മൂവ്മെന്റ് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് നോക്കി കാണാം. പിന്നെ 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയകളിലൊന്നും മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇപ്പൊ ഈ വരച്ച ഏരിയനെ നമ്മൾ സപ്പോർട്ടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇംബാലൻസ് എല്ലാം 4 അവറിന്റെ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടേക്ക് മുകളിലോട്ടേക്ക് നിൽക്കുന്നില്ല. 4 അവറിന്റെ റെസിസ്റ്റൻസിനും ഇംബാലൻസിനും ആണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇതെല്ലാം ഈ ഒരു ഏരിയ എല്ലാം കൺസോളേഷൻ നടന്ന ഏരിയ ആണ്. ഇവിടേക്കൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ റിയാക്ഷനോ റിജക്ഷനോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റിവേഴ്സലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇംബാലൻസിൽ നിന്ന് മുകളിലോട്ട് വീണ്ടും പോയി വീണ്ടും താഴോട്ടേക്ക് വന്ന് കുറച്ച് കൺസോളേഷൻ ഒക്കെ നടന്നിട്ടായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത. എന്തായാലും നമുക്കത് നോക്കി കാണാം. പിന്നെ നേരത്തെ വരച്ച 4 അവറിന്റെ നോക്കിയാൽ കാണാം ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്ന ഏരിയ ആണ്. അപ്പൊ ഇവിടേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. മുകളിലോട്ട് എൻട്രി എടുക്കാം. ഇവിടേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ അതും അതിന്റെ ടാർഗറ്റ് ഇപ്പൊ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈയിൽ നിൽക്കുന്ന മാർക്കറ്റിന്റെ അല്ലെങ്കിൽ റിജക്ഷൻ വന്നിട്ട് പുൾ ബാക്കിന് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്യാൻഡിൽ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് മാത്രമേ നമുക്ക് ടാർഗറ്റ് ഇപ്പൊ പറയാൻ പറ്റുന്നുള്ളൂ. ഇനി സെല്ല് എന്ന് പറയുന്നത് സെല്ല് ഇപ്പൊ നോക്കുന്നില്ല. കാരണം ഇത്രയും വലിയ ഒരു മാർക്കറ്റ് ഇത്രയും നല്ലൊരു മൂവ്മെന്റ് തന്നിട്ട് സെല്ല് എടുക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് സെല്ല് നോക്കണില്ല. നമ്മൾ ബൈക്ക് തന്നെ നോക്കാം. ബൈ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുൾ ബാക്കിന് വേണ്ടി താഴോട്ടേക്ക് ഇറങ്ങി ഒരു നല്ല സപ്പോർട്ട് എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. എന്തായാലും ഇനി 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയതിനു ശേഷം കൂടുതൽ സാധ്യതകൾ ഉണ്ടോ, അല്ലെങ്കിൽ 50 മിനിറ്റ്സിന് ഇപ്പൊ എൻട്രി ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്നുകൂടി നമുക്ക് നോക്കാം.
50 മിനിറ്റ്സിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റിജക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിജക്ഷൻ തന്ന് അതിനെ ക്ലോസ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സപ്പോർട്ടിന്റെ താഴെ വന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് കൺഫർമേഷൻ തരണം. താഴോട്ടേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും തരണം. ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ 4 ഹവറിന്റെ ഒരു ഇംബാലൻസ് ആണ്, ഹൈ ടൈം ഫ്രെയിമിന്റെ ഇംബാലൻസ് ആണ്. ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള റിയാക്ഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ വരവ് ബെയറിഷ് ക്യാൻഡിലുകൾ ഫോം ചെയ്യുന്ന ഒരുപക്ഷെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനായിരിക്കും. അപ്പൊ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു എൻട്രി നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം. അപ്പൊ ഈ ഏരിയയിൽ വരുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ നിന്ന് ചേഞ്ച് ചെയ്ത് 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 1 മിനിറ്റിലോ ഒക്കെ നോക്കിയിട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അത്യാവശ്യം മോശമില്ലാത്തൊരു ടാർഗറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് 4 ഹവറിന്റെ ഇംബാലൻസിലാണ്. അപ്പൊ അതിനൊരു പക്ഷെ ഡീപ്പ് പുൾ ബാക്ക് തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് വരും. നേരത്തെ പറഞ്ഞ ഏരിയയിലേക്ക്, അതായത് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ഡീപ്പ് പുൾ ബാക്ക് ആണെങ്കിൽ അപ്പൊ നല്ലൊരു എൻട്രി കിട്ടും. ഇപ്പോഴാണെങ്കിൽ ഇവിടേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എടുക്കാം. ബൈ എടുക്കുന്ന സമയത്ത് ബൈ എടുക്കുന്ന ടാർഗറ്റ് നമുക്ക് നോക്കിയിട്ട് വെക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൻഡിൽസ് ഫോർമേഷൻ അതുപോലെ തന്നെ പാറ്റേൺസ് എന്തൊക്കെയാന്നുള്ളത് നോക്കേണ്ടതുണ്ട്. എനിവേ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ടോട്ടലി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരും. കാരണം മോഡല് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി താഴോട്ടേക്ക് വരും. ആദ്യത്തെ എയിം ഇത് തന്നെ ആയിരിക്കാം. രണ്ടാമത്തത് ഇറങ്ങി വരുന്നത് ഈ ഒരു ഏരിയയിലേക്കായിരിക്കാം. ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഒരുപക്ഷെ ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സെല്ല് ഇപ്പോഴും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ഇപ്പൊ കണ്ടില്ല ക്യാൻഡിൽ, ഇപ്പൊ നല്ല 3 ക്യാൻഡിൽ വന്നിട്ട് മൂന്നാമത്തെ ക്യാൻഡിൽ വീണ്ടും വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഇനി സെല്ല് എടുക്കാനോ ബൈ എടുക്കാനോ ആണെങ്കിൽ പോലും നമ്മുടെ ട്രേഡിംഗ് റൂട്ടിന്റെ സ്ട്രാറ്റജി പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യമായിരിക്കും 5 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ 1 മിനിറ്റിലോ മാർക്കറ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എല്ലാവരും ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ട്രെൻഡ് ഒന്ന് നോക്കുക. ചെറിയ ടൈം നിങ്ങൾ എടുക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ എടുത്താലും മുകളിലുള്ള 2 ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡ് നിങ്ങൾ നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ 5 മിനിറ്റിലാണ് അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ 50 മിനിറ്റ്സിന്റെയും 30 മിനിറ്റ്സിന്റെയും ട്രെൻഡ് ഒന്ന് നോക്കുക. ട്രെൻഡ് നോക്കിയിട്ട് ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന വ്യതിയാനങ്ങളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് കൗണ്ടർ ട്രെൻഡ് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ വരുന്ന ട്രെൻഡിനെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് വലിയ ട്രെൻഡ് കിട്ടും. അപ്പൊ അതെല്ലാം സൂക്ഷിച്ചു കണ്ടുപിടിക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ട്രേഡ് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും ഫ്രീ ആയിട്ട് ട്രേഡ് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ നേരുന്നു.